ലവ് മാരേജ് ആണോ? ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ചാറ്റ് ചെയ്യുന്നതിന് ഷൈ വേണ്ടല്ലോ. സത്യമാണ്. സംഭവം നടന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. അവൾ പന്തളം പൂഴിക്കാട് സ്വദേശിയായിട്ടുള്ള ബസ് ഡ്രൈവർ അനൂപ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അഖിൽ NRD, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അഖിൽ NRDയുടെ ഭാര്യ മേഘ നായർ ഒളിച്ചോടി പോയി എന്ന് പറയുന്ന ഒരു വാർത്ത ഇങ്ങനെ പരക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇവനെ കളഞ്ഞിട്ട് മറ്റൊരു ആളോട് പോയി എന്നുള്ള വാർത്ത. അതിന്റെ സത്യവും അസത്യവും എന്താണ്, ഇതിൽ ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഓക്കെ, അഖിൽ NRDയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. കോമഡി സ്കിറ്റ് വഴിയും യൂട്യൂബിൽ എനിക്ക് 4.something മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു പടമൊക്കെ ചെയ്തു. എനിക്ക് മഹാരാജ ഹോസ്റ്റൽ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. ഒരു ഹൊറർ മൂവി ആയിരുന്നു, പക്ഷെ അത് അത്ര കണ്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പൊ മൂന്നാല് പേരുമായിട്ട് ചേർന്നൊക്കെയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ നടക്കുന്നത്. ഒരുപാട് ഫിലിം പ്രൊമോഷൻ അങ്ങനെയൊക്കെ ചെയ്ത് എല്ലാവർക്കും സുപരിചിതരാണ് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഭാര്യയായ മേഘ നായർ 2 ദിവസം മുമ്പ് മറ്റൊരു പുരുഷനുമായിട്ട് ഒളിച്ചോടി എന്ന് പറയുന്ന ഒരു വാർത്ത. അപ്പോൾ ആദ്യം വാർത്ത കേൾക്കാം, അതിനുശേഷം ഇതിൽ സത്യമുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഞാൻ തിരക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, വാർത്ത ഇതാണ്. ഒരുപാട് ചാനലിൽ വന്നിട്ടുണ്ട്. വാർത്ത ഇതാണ്: അഖിൽ NRD, ഇതിൽ വലിയ സത്യവുമുണ്ടോ? ആ പെണ്ണ് ഒളിച്ചോടി പോയി എന്നൊക്കെ കേൾക്കുന്നല്ലോ. റീസെന്റ്ലി ഇവരുടെ അക്കൗണ്ടിൽ നിരവധി ഒരുമിച്ചുള്ള വീഡിയോസ് വന്നുകൊണ്ടിരുന്നതാണല്ലോ. ഇതൊന്നും സത്യമാവാതിരിക്കട്ടെ. അതായത് റീസെന്റ് ഇവർ തമ്മിലുള്ള പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഒളിച്ചോടി പോയി എന്ന് പറയുന്ന ഒരു വാർത്ത വരുന്നു, സത്യമാവാതിരിക്കട്ടെ എന്നുള്ളതാണ്. അതിനകത്ത് ഈ പുള്ളി തന്നെ ഒരു കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കമന്റ് ഞാൻ വായിക്കാം. സത്യമാണ്. സംഭവം നടന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. അവൾ പന്തളം പൂഴിക്കാട് സ്വദേശിയായിട്ടുള്ള ബസ് ഡ്രൈവർ അനൂപ് എന്ന ആളുടെ കൂടെയാണ് പോയത്. ഓക്കെ, രണ്ട് കൂട്ടരെയും നൂറനാട് പോലീസ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത് അവന് വേറെ ഗേൾസ് ആയിട്ട് അഫയർ ഉണ്ട്, അതുകൊണ്ട് അവർക്ക് അവനോടൊപ്പം പറ്റില്ല, അതുകൊണ്ട് അവൾ വേറെ ആളുടെ കൂടെ പോകുന്നു എന്നാണ്. ഓക്കെ, അങ്ങനെ 2 കൂട്ടരും അവരവരുടെ വഴിക്ക് പോയി എന്നാണ് നൂറനാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇതാണ് വാർത്ത. അതായത് ഒരു ബസ് ഡ്രൈവറുമായിട്ട് പൂഴിക്കാടുള്ള ഒരു ബസ് ഡ്രൈവറുമായിട്ട് ഈ പറയുന്ന മേഘ നായർ എന്ത് ചെയ്തു, ഒളിച്ചോടി പോയി എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന ആരാണ്, നമ്മുടെ അഖിലിന് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് അഫെയർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവർ പോയത് എന്നുള്ളതാണ്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇതിന്റെ സത്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് തിരക്കിയായിരുന്നു. ഈ സംഭവം സത്യമാണ്. ഞാൻ തിരക്കിയപ്പോൾ പറഞ്ഞത് ഈ കമന്റ് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതിലും ഭൂരിഭാഗവും സത്യം തന്നെയാണ്. മുഴുവനുമല്ല, ഭൂരിഭാഗവും സത്യം തന്നെയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. ഈ പറയുന്ന അനൂപ് എന്ന് പറയുന്ന ഒരു ബസ് ഡ്രൈവറുമായിട്ട് ഈ മേഘ പോയിട്ടുണ്ട്. അതിനുള്ള കാരണം ഇതിനകത്ത് പറയുന്നത് മറ്റൊന്നുമല്ല, എന്താണ്, ഈ പറയുന്ന അഖിലിന് മറ്റൊരു സ്ത്രീയുമായിട്ട് പരസ്ത്രീ ബന്ധമാണ് പറയുന്നത്. പക്ഷെ ഞാൻ അറിഞ്ഞത് അതല്ല എന്നുള്ളതാണ്. ആ ഒരു പരസ്ത്രീ ബന്ധമല്ല ഞാൻ അറിഞ്ഞത്, മറ്റു പലതുമാണ് ഞാൻ അറിഞ്ഞത് എന്നുള്ളതാണ്. അപ്പൊ അതെന്തായാലും ഞാൻ ഇവിടെ പറയുന്നില്ല. ഇതിൽ ആ ഒരു കേസിൽ മാത്രമേ എനിക്ക് ഡൗട്ടുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ അറിഞ്ഞത് തെറ്റാണോ എന്നുള്ളതും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത്. അത് ഞാൻ അറിയാൻ സാധിച്ചത് ഇവർ തമ്മിൽ പിന്നെ ഈ പറയുന്ന ഭാര്യഭർത്തൃ ബന്ധമൊന്നും അങ്ങനെ വലുതായിട്ട് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആ മേഘ എന്ന് പറയുന്ന പെൺകുട്ടിയെ അങ്ങനെ കുറ്റം പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. നമ്മൾ അറിഞ്ഞത് സത്യമാണെങ്കിൽ അങ്ങനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അത് ആ പെൺകുട്ടിയല്ല മറ്റൊരു പെൺകുട്ടിയാലും അങ്ങനെ ഒന്ന് ചെയ്തു പോകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ വളരെ ജെന്യൂൻ ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണ് നമ്മൾ അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ മേഘയെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ ആദ്യത്തെ ഇവരുടെ വിവാഹം എന്ന് വെച്ചാൽ ഭയങ്കര കോലുകളൊക്കെ സൃഷ്ടിക്കുകയും ഒരുപാട് ട്രെൻഡിങ്ങിലൊക്കെ ആയിരുന്ന ഒരു വിവാഹമാണ്. ആ വിവാഹത്തിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ വെച്ചു തരാമേ.
അത് 2024 ഇവിടെ കല്യാണം. ഒരുപാട് ആൾക്കാർ ആഘോഷിച്ച, ഒരുപാട് ട്രെൻഡിങ് ആയ ഒരു സംഭവമാണ്. ഇവർ തമ്മിൽ പ്രേമ വിവാഹമായിരുന്നു എന്നുള്ളതാണ്. ഈ രണ്ടുപേരും സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്നു, എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നു. അതിന് ശേഷമാണ് ഇവരുടെ വിവാഹം നടന്നത് എന്നുള്ളതാണ്. ഇവരുടെ വിവാഹത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു പ്രേമത്തെ കുറിച്ചൊക്കെ ഒരു ഇന്റർവ്യൂവിൽ ഈ പറയുന്ന അഖില് പറയുന്നുണ്ട്. അതുകൂടി ഒന്ന് കേൾക്കാം. നിങ്ങൾ ലവ് മാരേജ് ആണോ? ലവ് മാരേജ്. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ചാറ്റ് ചെയ്യുന്നതിന് ഷൈ വേണ്ടല്ലോ. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ വെച്ചാ മേഘനെ കണ്ടേ? അത് എന്റെ വീടിനടുത്ത് തന്നെയാണ് വീട്. ഞങ്ങള് അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. എനിക്ക് അവർ അച്ഛനെ കണ്ടുണ്ട്. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന ആളുടെ. അല്ല, മിണ്ടണെങ്കിൽ ആദ്യം എവിടെയാ കണ്ടേ? സോഷ്യൽ മീഡിയയില്. ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റിംഗ് തുടങ്ങി. ചാറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ഫോൺ വിളിച്ചു. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായത്. പക്ഷെ നല്ലത് പിന്നെ അവർക്ക് മനസ്സിലായി സംഭവം. അപ്പൊ രണ്ട് വീട്ടുകാർക്ക് ഓക്കെ ആയി. പിന്നെ അവർ സംസാരിച്ചു. അങ്ങനെ അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അവർ ഈ പറഞ്ഞോട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കൂടെ ധൈര്യശാലിയാണ്. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്. കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളൂ. അപ്പോൾ മേഘ ഇപ്പുറത്തെ സൈഡിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട്, അല്ലേ? ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ എനിക്കിപ്പോൾ തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ആവാൻ പറ്റും, അല്ലേ, ആവാൻ പറ്റുന്നത്. ഓക്കെ, ഇതാണ് മേഘയെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ലവ് അഫെയറെ കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലവിനെ കുറിച്ച് പുള്ളി പറഞ്ഞു. അതായത് വീട്ടിനടുത്തായിരുന്നു, ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടു, സംസാരമായി ഒക്കെ കുറച്ച് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കല്യാണം കഴിച്ചു എന്നുള്ളതാണ്. ഈ പുള്ളിയുടെ അഭിനയം, ഈ പുള്ളിയുടെ സ്കിറ്റും കാര്യങ്ങളൊക്കെ പറയാം. പേഴ്സണലി എനിക്ക് പറയണമെങ്കിൽ എനിക്ക് ഈ പുള്ളിയുടെ ഈ പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, പുള്ളി പറയുന്ന ആ ഒരു വിറ്റു അല്ലെങ്കിൽ ആ ഒരു ചളിപ്പൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല. എനിക്ക് എപ്പോഴും ഒരു ഓവർ ആക്ടിങ് പോലെ തോന്നാറുണ്ട് എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ മാത്രം പ്രശ്നം എന്ന് പറയുന്നത് എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ചിരിക്കാൻ വേണ്ടി തോന്നുന്നില്ല. എന്തോ മറ്റേ വെച്ച് കെട്ടി പറയും പോലെ എന്ന് പറയുന്നില്ല, ഒരു ആർട്ടിഫിഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു ഓവർ ആക്ടിങ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വലുതായിട്ട് പുള്ളിയെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് ഇഷ്ടമല്ല ഈ പുള്ളിയുടെ ആ ഒരു കോമഡി. പക്ഷെ ഒരുപാട് പേര് ഇങ്ങനെ കോമഡി എടുത്ത് അതൊക്കെ നമ്മൾ പൊട്ടിച്ച്, പക്ഷേ ഈ പുള്ളിയുടെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ചിരിക്കാൻ വേണ്ടി തോന്നുന്നു. പക്ഷെ പുള്ളി ഭയങ്കര ആൾക്കാർക്ക് പലർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ പുള്ളിക്ക് വേണ്ടിയിട്ട് തന്നെ എന്താണ് പല ഈ പറയുന്ന ഫിലിം പ്രൊമോഷൻസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് എന്നുള്ളതാണ്. സംഭവിച്ചത് ഇതാണ്. പിന്നെ നമുക്ക് അറിയാൻ സാധിച്ചത് ഈ പുള്ളിക്ക് അതിനുമായിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ തന്നെ പുള്ളിക്ക് പരാതികളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അവള് പോട്ടെ, അവള് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കട്ടെ, എനിക്ക് തിരിച്ചു പിടിക്കണമെന്നോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നോ എന്നുള്ളൊരു പരാതിയും കാര്യങ്ങളും ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നത്. അത് സത്യം തന്നെയാണ് കേട്ടോ. ഞാൻ ഈ പറയുന്നത് മൊത്തം അങ്ങനെ വായിൽ നിന്ന് പറയുന്നതല്ല എന്ന് മനസ്സിലാക്കുക. അപ്പം ഈ പരക്കുന്ന വാർത്ത ഏതാണ്ട് സത്യമാണ് എന്നുള്ളതാണ്. പക്ഷെ ഒരു പരസ്ത്രീ ബന്ധമാണ് ആരോപിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ. ഈ പറയുന്ന മേഘ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ സത്യത്തിൽ അതല്ല എന്നുള്ളതാണ്. മറ്റു പല കാരണങ്ങളുണ്ട്. അതെന്തായാലും തൽക്കാലം നമ്മളവിടെ നിൽക്കുന്നില്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. ചിലപ്പോൾ മേഘയ്ക്ക് അത് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും. ചിലപ്പോൾ ഞാൻ അറിഞ്ഞത് തെറ്റായിട്ടായിരിക്കാം. അങ്ങനെയും സംഭവിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം എന്തായാലും ഈ പറയുന്ന അവരുടെ ഇത്രയും കാലത്തെ പ്രണയ ജീവിതമായിരുന്നു. ഇപ്പം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവരുടെ ജീവിതത്തിൽ. അല്ലെങ്കിൽ ഇപ്പം അവള് ഭാര്യ പോയതിൽ അഖിലിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പോയത് നന്നത് തന്നെ, അവളെ സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് അഖിൽ പറയണമെങ്കിൽ അഖിലും ആ ഓട്ടത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അംഗീകരിക്കുന്നു എന്നുള്ളതാണല്ലോ. അഖിലിന് തിരിച്ചു വേണം, എൻ്റെ ഭാര്യയെ കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത അഖിലിനും ഇല്ല അവിടെ. അപ്പൊ ഈ പറയുന്ന മേഘയിലെ പേര് മേഘ ഇപ്പൊ ഇത്രയും ആൾക്കാരെ തന്നെ അറിയാം. ഇത്രയും ആൾക്കാർക്ക് അറിയാവുന്നവരാണ്. സോഷ്യൽ മീഡിയയിലെല്ലാം എല്ലാവർക്കും സുപരിചിതരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം നടത്തുമ്പോൾ, അത് ബസ് ഡ്രൈവറുമായിട്ടാണ്, ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം നടക്കുമ്പോൾ അതൊരു വിഷയമാകും, അത് ചോദ്യമാകും, അത് ചർച്ചാ വിഷയമാകും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് പോകണമെങ്കിൽ കാതലായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം, അല്ലേ? നമ്മളെപ്പോഴും പറയും നമ്മൾ റീൽസിൽ കാണുന്നതൊന്നും അല്ല. എല്ലാവർക്കും അവരുടേതായ ഡിഫക്ട്സുകൾ ഉണ്ടാവും, അവരുടേതായിട്ടുള്ള എന്താണ് പറയുന്നത് പോരായ്മകൾ ഉണ്ടാവും, പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ അതിപ്പം അവൻ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് അവൻ ഇങ്ങനെ തന്നെ ജീവിക്കണം, അവൻ എപ്പോഴും 100% പെർഫെക്റ്റ് ആണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അവൻ്റെ ഭാഗത്ത് തെറ്റുകൾ കാണാം, അവളുടെ ഭാഗത്ത് തെറ്റുകൾ കാണാം.
തെറ്റ് മനുഷ്യ സഹജമാണ്. അതിപ്പം അവർ രണ്ടുപേർക്കും പ്രശ്നമില്ലെങ്കിൽ ഭാര്യ ഒളിച്ചോടി പോയ ഭാര്യയ്ക്കും പ്രശ്നമില്ല, ഭർത്താവിനും പ്രശ്നമില്ല, അവൾ സുഖമായിട്ട് ജീവിക്കട്ടെ എന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് ആർക്കും അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ കൊണ്ടൊരു പ്രശ്നം ഉണ്ടാക്കാനൊന്നും കാര്യമില്ല. ഇതിപ്പോ ഇങ്ങനെ ഒരു ന്യൂസ് ഒരുപാട് വന്നതുകൊണ്ട് അതിന്റെ സത്യാവസ്ഥ നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ അറിഞ്ഞത്. ഇത് സത്യം തന്നെയാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ നമുക്ക് വിടുകണം. ജയ് ഹിന്ദ്.